ഒരു മാസം പോലും ആയിട്ടില്ല ന്യൂസിലാൻഡിനെതിരെയുള്ള T20 സീരീസ് അവസാനിച്ചത് ഈ ലോകകപ്പിന് തൊട്ടു മുൻപാണ്. ആര് മറന്നാലും ആ സീരീസ് സഞ്ജു സാംസൺ മറക്കാനിടയില്ല. കാത്തിരിപ്പിനും അവഗണനക്കും ശേഷം ഗില്ലിനെ മാറ്റിക്കിട്ടിയ നീതി കളഞ്ഞു കുളിച്ചവൻ എന്ന ചീത്തപ്പേര് ചാർത്തപ്പെട്ടത് ആ സീരീസിൽ നിന്നാണ്. ബാക്ക് ഫുട്ടും ഷോർട്ട് ബോളും എക്സ്ട്രാ പേസും തുടങ്ങി കെണികളിൽ നിരന്തരം വീണ് കാര്യവട്ടത്തെ സ്വന്തം ഗ്രൗണ്ടിൽ പോലും നിരായുധനായി തലകുനിച്ച് മടങ്ങിയ സഞ്ജുവിന്റെ മുഖം ഇപ്പോഴും മനസ്സിൽ നിന്നും മാറിയിട്ടില്ല. ആ നഷ്ടബോധം പേറിയാണ് സഞ്ജു ലോകകപ്പിനെത്തുന്നത്. ആദ്യ മത്സരം മുതൽ ആ ഡഗ്ഔട്ടിൽ നിസ്സഹായനായി നിൽക്കുന്ന അയാളുടെ കരിയറിന് ഇങ്ങനെയൊരു ടേൺ ബാക്ക് ഉണ്ടാകുമെന്ന് ആരെങ്കിലും കരുതിയിരുന്നോ? ന്യൂസിലാൻഡ് സീരീസിലെ ഒരു മത്സരം. ന്യൂസിലാൻഡ് ക്യാപ്റ്റൻ സാന്റ്നർ എറിഞ്ഞ ഒരു സ്പിൻ കെണിയിൽ സഞ്ജു പതിവ് പോലെ വിക്കറ്റ് നൽകി മടങ്ങുമ്പോൾ സാന്റ്നറുടെ മുഖത്ത് ഞാൻ പറഞ്ഞില്ലേ ഇയാളെ വീഴ്ത്താൻ ഇത് തന്നെ ധാരാളം എന്ന് പറഞ്ഞുള്ള ആംഗ്യം കണ്ടിരുന്നു. അതേ സാന്റ്നർ ഇന്ന് അഹമ്മദാബാദ് മൈതാനത്ത് തോക്കും തിരയുമില്ലാതെ നിരായുധനായി നിന്നു. ഗാലറിയിലേക്ക് മൂളിപ്പറന്ന 8 സിക്സറുകൾ, ബൗണ്ടറി ലൈൻ കടന്നുപോയ 5 ഫോറുകൾ, ഒടുവിൽ സെഞ്ചുറിക്ക് 11 റൺസ് മാത്രം അകലെ സഞ്ജു വിക്കറ്റ് നൽകി മടങ്ങുമ്പോൾ ലക്ഷത്തോളം വരുന്ന കാണികൾ എഴുന്നേറ്റിരുന്ന് കൈയടിച്ചു. അവിടെ പിറന്നത് ഒരു ഇന്നിങ്സ് മാത്രമല്ല, മനുഷ്യകുലത്തിലെ ഒരു മോസ്റ്റ് ഇൻസ്പിറേഷണൽ സ്റ്റോറി കൂടിയായിരുന്നു. കഴിഞ്ഞ മത്സരത്തിൽ തന്റെ കരിയറിലെ എന്നും തന്നെ വേട്ടയാടിയ ജോഫ്ര ആർച്ചർ എന്ന ദുർഭൂതത്തെ പെട്ടിയിലാക്കിയ സഞ്ജു ഇന്ന് മാറ്റ് ഹെൻറിയെയും ലൂക്കി ഫെർഗൂസനെയും എല്ലാം കുഴിച്ചുമൂടി. ആ മണ്ണിൽ സഞ്ജു ഉറഞ്ഞു തുള്ളി. വിമർശിച്ചവരും പരിഹസിച്ചവരും വാഴ്ത്താൻ വാക്കുകൾ തപ്പി. വിൻഡീസിനെതിരെ ഇന്ത്യക്ക് സെമി ബെർത്ത് നൽകിയ അപരാജിത 97, സെമിയിൽ ഇന്ത്യക്ക് ഫൈനൽ ടിക്കറ്റ് അടിച്ചു കൊടുത്ത 89 റൺസ്. ഇപ്പോൾ കലാശപ്പോരിൽ അതേ നമ്പറിൽ മറ്റൊരു ഐതിഹാസിക ഇന്നിംഗ്സ്. ടൂർണമെന്റിൽ അവസരം കിട്ടാതെ അഭിഷേക് ശർമ്മ അസുഖബാധിതനായതുകൊണ്ടും ടോപ്പ് ഓർഡറിലെ ലെഫ്റ്റ് കോമ്പിനേഷൻ പൊളിഞ്ഞതുകൊണ്ടും മാത്രം 11-ലെത്തിയ താരം ഇതുവരെ 5 മത്സരങ്ങളിൽ നിന്ന് അടിച്ചുകൂട്ടിയത് 321 റൺസാണ്. 24 സിക്സറുകളും 26 ഫോറുകളുമാണ്. മറ്റു താരങ്ങൾ 9 മത്സരങ്ങളോളം കളിച്ച ടൂർണമെന്റിൽ പക്ഷേ ഇന്ത്യയുടെ ടോപ്പ് സ്കോറർ ഇപ്പോൾ മറ്റാരുമല്ല, സഞ്ജു വിശ്വനാഥ് സാംസൺ. ഒരു എഡിഷനിൽ ഏറ്റവും റൺസ് നേടുന്ന ഇന്ത്യൻ താരം, ഏറ്റവും കൂടുതൽ സിക്സറുകൾ, ഹാട്രിക് 50 തുടങ്ങി സഞ്ജു തീർത്ത മൈൽ സ്റ്റോൺസ് നിരവധിയാണ്. കഴിഞ്ഞ മത്സരത്തിൽ പ്രസ് മീറ്റിംഗിനെത്തിയ സഞ്ജു പറഞ്ഞ വാക്കുകളുണ്ട്. അഭിഷേകിനെ ഞാൻ അകമഴിഞ്ഞ് പിന്തുണക്കുന്നു. എന്റെ മോശം സമയത്ത് ഏറ്റവും കൂടുതൽ പിന്തുണ നൽകിയ ഒരാളാണ്. അത് കേട്ട അഭിഷേകിന് ഇന്ന് എങ്ങനെ തിളങ്ങാതിരിക്കാനാകും? അഭിഷേക് നേടിയ 50 ഞാൻ ഇവിടെ തന്നെ ഉണ്ട് എന്നതിന്റെ സ്റ്റേറ്റ്മെന്റ് ആയിരുന്നു. 2 വർഷങ്ങൾക്ക് ശേഷം ടീമിലെത്തി എരിഞ്ഞു കത്തിയ ഇഷാന് അഹമ്മദാബാദിലേത് കൊട്ടിക്കലാശമായിരുന്നു. 54 റൺസ് നേടിയ ഇഷാനും 52 നേടിയ അഭിഷേകിനും ആങ്കർ ചെയ്തു നൽകിയത് സഞ്ജു ആയിരുന്നു. ഡ്യൂബയ്ക്ക് ഇത് തന്റെ കരിയറിനെ തന്നെ അപ്ഡേറ്റ് ചെയ്ത സ്വപ്ന സമാന ടൂർണമെന്റ് ആയിരുന്നു. ബുംറയെ കുറിച്ചുള്ള പരാമർശം തന്നെ അനാവശ്യമാണ്. അയാൾക്ക് ഈ പെർഫോമൻസ് നോർമലാണ്. T20 ലോക കിരീടം നിലനിർത്തുന്ന ആദ്യ ടീം, ചരിത്രത്തിൽ 3 കിരീടം നേടുന്ന ആദ്യ ടീം, 2023 അഹമ്മദാബാദിൽ ഏകദിന ലോകകപ്പിൽ ഓസീസിനോടൊറ്റ തോൽവിയിൽ കരഞ്ഞു നടന്ന രോഹിത് ശർമ്മക്കും വിരാട് കോഹ്ലിക്കുമൊക്കെയുള്ള റിഡംഷൻ, 2019 ലോകകപ്പിൽ ഗുപ്റ്റിലിന്റെ ത്രോയിൽ വീണ ധോണിയുടെ വിക്കറ്റിൽ ഒടുങ്ങിയ സ്വപ്നം. കണക്കുകൾ ഏറെ തീർത്തിട്ടാണ് ഇന്ത്യ ശാപമോക്ഷം നേടിയ ആ ഗ്രൗണ്ട് വിടുന്നത്. ഏതായാലും വിഴിഞ്ഞം, ബ്രാഡ്മാൻ, കേരനിര, PR പ്രൊഡക്റ്റ് എന്നെല്ലാം വിമർശിക്കപ്പെട്ട സഞ്ജുവിന്റേതാകും ഇനി T20 ക്രിക്കറ്റിൽ ഇന്ത്യയുടെ സിംഹാസനം. സൂര്യയ്ക്ക് ശേഷം അതിന്റെ നായകനായി അവരോധിക്കപ്പെട്ടാലും അത്ഭുതപ്പെടാനില്ല. സെമികളിലും ഫൈനലുകളിലും ഒരുപാട് തവണ വീണ കിവികളോടാണ്. നിങ്ങൾക്കുള്ള നീതി അനധിവിദൂരമായി തന്നെ സംഭവിക്കും. ഈ വിജയവും കിരീടവും സഞ്ജു അത്രമേൽ അർഹിച്ചിരുന്നു. Signing off T20 World Cup 2026 with lots of love and respect.